ഹായ് ഓൾ, വെൽക്കം ടു ഇൻഫിനിറ്റോറ. നമുക്കിന്ന് കുബൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. തവയിലും ഓവനിലും ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതിനായി 1 ടീസ്പൂൺ ഈസ്റ്റിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ചൂട് കൂടിയ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകത്തില്ല. ചെറിയ ചൂടുള്ള വെള്ളം വേണം നമ്മൾ യൂസ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന രീതിയിൽ നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആക്ടിവേറ്റ് ആകാനായിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് മൈദാമാവ് എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3/4 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ച് കുഴയ്ക്കാൻ പോവുക. ഈസ്റ്റ് മിക്സ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നോർമൽ വാട്ടർ, സാധാരണ നമ്മുടെ വെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ലൂസായി കിട്ടണം. നല്ല ടൈറ്റായിട്ട് വരരുത് മാവ്. ദേ ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് ശക്കല ഒരു ലൂസ് കൺസിസ്റ്റൻസി. ഇൻ കേസ് വെള്ളം കൂടി പോയാൽ കുറച്ചുകൂടി മാവ് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് എണ്ണ കൂടി മുകളിൽ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞു. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് അതിനകത്തുള്ള എയർ എല്ലാം നമുക്കൊന്ന് കളയാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 8 ബോൾസ്, അതായത് 8 കുബൂസ് ഉണ്ടാക്കാനുള്ള മാവാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 2 കപ്പ് മൈദ. ഇനി നമുക്ക് 8 ഈക്വൽ ബോൾസ് ആയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഒരു കുറച്ച് മാവ് കൂടി ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം കുബൂസിന് കുറച്ച് കട്ടിക്കാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിൻ്റെ തിക്നെസ് ഇത്രയുണ്ട്. തിക്നെസ് ചപ്പാത്തിയേക്കാളും കുറച്ച് കൂടുതൽ കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓവനിൽ വെച്ച് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു പിസ്സ ട്രേ എടുത്തിട്ടുണ്ട്. എൻ്റെത് മൈക്രോവേവ് ഓവനാണ്, അതുകൊണ്ട് അറ്റ് എ ടൈം ഞാൻ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് OTG ആണെങ്കിൽ അതിൽ കൂടുതൽ വെക്കാം. ഒരു 5-6 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ട് പൊള്ളി വരുമ്പോഴത്തേനും അത് പാകമായി നമുക്കെടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഓവനിൽ വെച്ചപ്പോഴത്തേനും കണ്ടില്ല, അതിൻ്റെ അകത്ത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അതേപോലെ ഒന്ന് പരത്തിയിട്ട് തവയിലിട്ട് നോക്കാം. തവയിലിടുമ്പോൾ ആദ്യം ഒന്ന് ഇട്ടിട്ട് ചെറിയ ബബിൾസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബബിൾസ് വരുമ്പോഴത്തേനും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 തവണ മറിച്ചും തിരിച്ചും ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളി വരുന്നത് നമുക്ക് കാണാം. അന്നേരം നമ്മൾ ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഓവനിൽ കണ്ടതുപോലെ തന്നെ മുഴുവനായിട്ട് പൊങ്ങി വരും. അന്നേരം നമുക്ക് എടുക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് എല്ലാം പക്കയായിരിക്കും. പിന്നെ തവയിലായതുകൊണ്ട് ഈ ചെറിയ ഒരു ബ്രൗൺ സ്പോട്ട്സ് മേളിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുബൂസ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.